നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. മലയോര ജനതയുടെ 6.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഭൂപതിവ് ചട്ടത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾ മലയോര ജനതയ്ക്ക് ആശ്വാസമാകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. കാസർഗോഡ് ജില്ലാ പട്ടയമേളയിൽ 2000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി. റവന്യൂ അസംബ്ലി പതിറ്റാണ്ടിന്റെ പ്രശ്നപരിഹാര വേദിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലബാർ മേഖലയിലെ നീക്കെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി. ILDM തൃശൂർ മേഖലാ കേന്ദ്രം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മലയോര ജനതയുടെ 6.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഭൂപതിവ് ചട്ടത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജനും പങ്കെടുത്തു. 1960 കേരള ഭൂമി പതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി, ഭവന നിർമ്മാണം, വസ്തുവിന്റെ ഗുണകരമായ അനുഭവം, ഷോപ്പ് സൈറ്റുകൾ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഈ കാലയളവിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ഉണ്ടായി. പട്ടയവ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകൾക്കും കാരണമായി. ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകളും കർശനമായ നിയന്ത്രണങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി സർക്കാർ പല മാർഗങ്ങളും ആലോചിച്ചത്. 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയത്. 2024 ഏപ്രിൽ 27 ഗവർണർ ബിൽ അംഗീകരിച്ചു. ആ വർഷം ജൂൺ 9 സർക്കാർ ഭൂപതിവ് നിയമം 2023 വിജ്ഞാപനം ചെയ്തു. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചലനങ്ങൾ ക്രമീകരിക്കുന്നതിനൊപ്പം ഭൂമിയുടെ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണമെന്ന് പിന്നീട് നിശ്ചയിച്ചു. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ ഭൂമി വ്യാപകമായി ദുർവിനിയോഗം ചെയ്യുന്ന പ്രശ്നവും പരിഗണിക്കണം. വിവിധ സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിലക്കുകളും നിർദ്ദേശങ്ങളും വിശദമായി പരിശോധിച്ചു. വിവിധ തലത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് റവന്യൂ വകുപ്പ് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകിയത്. 2 ചട്ടങ്ങളാണ് സർക്കാർ പരിഗണിച്ചത്. ഒന്നാമത്തേത് പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങളും, രണ്ടാമതായി കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റു വിനിയോഗത്തിന് അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങളും. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾ മലയോര ജനതയ്ക്ക് ആശ്വാസമാകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. 1960 ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം ലഭിച്ചതിലൂടെ ഏറെക്കാലമായി മലയോര ജനതയെ ബാധിച്ചിരുന്ന പട്ടയ നിയമ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 13 റൂളുകൾ മാത്രമുള്ള ചട്ടങ്ങളാണ് ഭേദഗതി ചെയ്തത്. വീടുകൾ, പൊതുകെട്ടിടങ്ങൾ, പൊതുസ്ഥലങ്ങൾ, സഹായം ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 3000 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ ഡീംഡ് റെഗുലറൈസേഷനിലൂടെ അപേക്ഷാ ഫീസോ സർവേ നടപടിക്രമങ്ങളോ ഇല്ലാതെ തന്നെ റെഗുലറൈസ് ചെയ്യപ്പെടും. ഓൺലൈനായാണ് അപേക്ഷാ നടപടിക്രമം. പേര്, താലൂക്ക്, തണ്ടപ്പേര് എന്നിവ നൽകുമ്പോൾ ഭൂമിയുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും. 90 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കാത്ത പക്ഷം സ്വയം റെഗുലറൈസ് ചെയ്തതായി കണക്കാക്കും. ലളിതമായ അപേക്ഷ പ്രക്രിയയാണ് ഒരുക്കിയിട്ടുള്ളത്. അപേക്ഷ തള്ളാൻ കഴിയില്ല. 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകണം എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക, ആരാധനാലയ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ സൗജന്യമായി റെഗുലറൈസ് ചെയ്യും. 3000 മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിന്റെ 5%, ആശുപത്രികൾക്കും 5000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്കും 10% ഫീസ്.
CRZ, EFL, നെൽവയൽ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ട ഭൂമി എന്നിവയ്ക്ക് റെഗുലറൈസേഷൻ ബാധകമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 1-ന് 2000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും ഇത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കാസർഗോഡ് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ സങ്കീർണമായ നിരവധി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദിവാസി മേഖലയിലെ ഭൂപ്രശ്നങ്ങളടക്കം പരിഹരിച്ചു വരികയാണ്. 2024-25 1471 പട്ടയങ്ങൾ നൽകിക്കഴിഞ്ഞു. വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവൃത്തികളെല്ലാം മുൻഗണനാക്രമത്തിൽ നടപ്പാക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആകെയുള്ള 85 വില്ലേജുകളിൽ 40 എണ്ണവും സ്മാർട്ട് വില്ലേജുകളാക്കി. ഡിജിറ്റൽ റീസർവേ ഊർജിതമായി നടക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഒന്നാം ഘട്ടത്തിൽ 9849.0852 ഹെക്ടറിലും രണ്ടാം ഘട്ടത്തിൽ 25,493.1986 ഹെക്ടറിലും മൂന്നാം ഘട്ടത്തിൽ 991.7881 ഹെക്ടറിലും ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയതായി റവന്യൂ മന്ത്രി അറിയിച്ചു. ജില്ലയിലെ MLA-മാരായ മുൻ മന്ത്രി E. ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, M. രാജഗോപാലൻ, AKM അഷ്റഫ് തുടങ്ങിയവരും കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖരും അസംബ്ലിയിൽ പങ്കെടുത്തു. ഉദുമ MLA CH കുഞ്ഞമ്പു തയ്യാറാക്കി നൽകിയ ആവശ്യങ്ങളും NA നെല്ലിക്കുന്ന് അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ 21-ന് ഇടുക്കി ജില്ലാ റവന്യൂ അസംബ്ലിക്ക് ശേഷം യോഗ ഹാളിൽ നിന്ന് മടങ്ങുന്നതിനിടെ കുഴിഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ അന്തരിച്ച പീരുമേട് MLA വാഴു സോമന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് യോഗ നടപടികൾ തുടങ്ങിയത്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന റവന്യൂ സംബന്ധിയായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ റവന്യൂ അസംബ്ലി ഉപകരിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ജില്ലാ റവന്യൂ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആറന്മുള മണ്ഡലത്തിലെയും ജില്ലയിലെയും വിഷയങ്ങൾ മന്ത്രി അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. KU ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായണൻ MLA എന്നിവരുടെ ആവശ്യങ്ങളും അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അധ്യക്ഷനായിരുന്ന റവന്യൂ മന്ത്രി കെ രാജൻ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകി. ജില്ലയിലെ LT പട്ടയങ്ങൾ പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞു. 2021-23 കാലയളവിൽ 598 പട്ടയങ്ങളും 2023-25 വരെ 535 പട്ടയങ്ങളും ഉൾപ്പെടെ ജില്ലയിൽ 1133 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ MLA ഡാഷ്ബോർഡ് വഴി 2021 ലഭിച്ച 20 പരാതികളിൽ 20 എണ്ണവും 2022 ലഭിച്ച 29 പരാതികളിൽ 29 എണ്ണവും 2023 ലഭിച്ച 22-ൽ 22 എണ്ണവും 2024 ലഭിച്ച 36 പരാതികളിൽ 36 എണ്ണവും തീർപ്പാക്കിയത് മാതൃകാപരമാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ IAS ജില്ലയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലബാർ മേഖലയിലെ നീക്കെ അഥവാ നികുതി കെട്ടാത്ത ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി. മലബാർ മേഖലയിലെ നികുതി കെട്ടാത്ത ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഏകദേശം 20,000-ഓളം ഭൂമിയുടെ അവകാശികൾക്ക് നികുതി അടയ്ക്കാനുള്ള സൗകര്യമാണ് ഇതിലൂടെ സാധ്യമാകുകയെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മലപ്പുറം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ കടൽ പുറമ്പോക്ക് പട്ടയ പ്രശ്നം പരിഹരിക്കാനായി സർവേ വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമായി ബന്ധമുള്ള മഞ്ചേരിയിലെ സത്രം ഭൂമി പട്ടയപ്രശ്നം പരിഹരിച്ച് 180 കുടുംബങ്ങൾക്ക് ഭൂമി സ്വന്തമാക്കിയതുൾപ്പെടെ പുതിയ ചരിത്രം രചിച്ച ജില്ലയാണ് മലപ്പുറം. 2021 മുതൽ ഇതുവരെ 38,882 പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്തു. 2024-25 വർഷത്തിൽ മാത്രം 8,706 പട്ടയങ്ങൾ നൽകിയതായും ഡിജിറ്റൽ സർവേയുടെ കാര്യത്തിൽ കാലതാമസം വരുത്താതെ നടപടികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഒന്നാം ഘട്ടത്തിൽ 22,663 ഹെക്ടർ ഭൂമിയിലെ ഫീൽഡ് സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 31,433 ഹെക്ടറിലും മൂന്നാം ഘട്ടത്തിൽ 4,502 ഹെക്ടറിലും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു. MLA ഡാഷ്ബോർഡ് വഴി 2021 ലഭിച്ച 116 പരാതികളും 2022 ലഭിച്ച 143 പരാതികളും 2023 ലഭിച്ച 132 പരാതികളും 2024 ലഭിച്ച 125 പരാതികളും പൂർണ്ണമായും തീർപ്പാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 29 സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണം പൂർത്തിയായി. ജില്ലാ കളക്ടർ VR വിനോദ് ജില്ലയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ KPA മജീദ്, P നന്ദകുമാർ, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, കുറുക്കോളി മൊയ്തീൻ, UA ലത്തീഫ്, നജീബ് കാന്തപുരം,
ആര്യാടൻ ഷൗക്കത്ത് എന്നിവർ മണ്ഡലങ്ങളിലെയും ജില്ലയിലെയും പൊതുപ്രശ്നങ്ങളും ഉന്നയിച്ചു. തിരൂർ ആസ്ഥാനമായി പുതിയൊരു ജില്ലയും മലപ്പുറം ആസ്ഥാനമാക്കി പുതിയൊരു താലൂക്കും വേണമെന്ന ആവശ്യം ഉയർന്നു. വിദേശത്ത് വെച്ച് ജനിക്കുന്ന കുട്ടികളുടെ ജനന രജിസ്ട്രേഷന് നടപടി ഉണ്ടാവണമെന്നും MLA-മാർ ആവശ്യപ്പെട്ടു. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി A ഗീത, സർവേ ഡയറക്ടർ C-റാം സാംബശിവറാവു, ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനു S നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K മീര സ്വാഗതം പറഞ്ഞു. ILDM തൃശൂർ മേഖലാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് ജീവനക്കാരുടെ വകുപ്പ് തല പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തൃശൂർ മേഖലാ കേന്ദ്രം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ B മേനോൻ, ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനു S നായർ, അക്കാദമിക് ഡയറക്ടർ V ജയമോഹൻ, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജേക്കബ് T ജോർജ്, തൃശൂർ ADM T മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കളക്ടറേറ്റ് കെട്ടിടത്തിലാണ് മേഖലാ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെ ജില്ലകളിലെയും റവന്യൂ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാൻ മേഖലാ കേന്ദ്രം കൂടുതൽ സൗകര്യപ്രദമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.